റോഷിപാൽ, ഇപ്പോൾ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ് കോടതി പറയുന്നത്. രാഹുലിനെതിരായ ആരോപണങ്ങൾ എല്ലാം തന്നെ ഗുരുതരമാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം, പുറത്തേക്കിറങ്ങിയാൽ അതിജീവിതകൾക്ക് ആശങ്ക ഉണ്ട് എന്ന് കോടതി കൂടി പറയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇനി മേൽക്കോടതിയിലേക്ക് പോകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുക. മേൽക്കോടതിയിലും ഇതേ വാദങ്ങൾ തന്നെ ശക്തമായി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉയരില്ലേ? അപ്പോൾ നമ്മുടെ മുന്നിൽ അറിയാനാകുന്ന കാര്യങ്ങൾ എന്താണ്? പ്രഥമ ദൃഷ്ട്യാ തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഋഷിപാൽ, സ്മൃതി, അങ്ങനെയാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ആ നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രാഥമികമായി കോടതിക്ക് തന്നെ ബോധ്യമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന്. മാത്രവുമല്ല, അതീവ ഗുരുതരമായ കാര്യങ്ങൾ ഈ മൊഴിയിലുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിലും പോലീസിന്റെ കണ്ടെത്തലുമുണ്ട്. ഈ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിക്ക് സഹായകരമായ, അത് തെളിയിക്കാൻ സഹായകരമായ നിരവധി തെളിവുകൾ കൂടി കോടതിയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നത്. ഏതായാലും ഇനി സെഷൻസ് കോടതി ആശ്രയിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് നേരത്തെ തന്നെ അവർ നടത്തിയിരുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് അതിക്രൂരമായ രീതിയിലുള്ള മാനസിക പീഡനം അടക്കം പെൺകുട്ടി അനുഭവിച്ചതാണ്. ആ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. മൊഴി മാത്രമല്ല, മറ്റു ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ട്. ഇതിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കാതിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനടക്കമുള്ള സാധ്യതകളുണ്ട് എന്ന് പോലീസിന്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ച കാര്യം അത് കോടതി അംഗീകരിക്കുന്നുണ്ട്. ഈ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി കോടതി തള്ളുന്നത്. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ സമാനമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്താനാണ് സാധ്യത. മാത്രവുമല്ല, അടുത്ത ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധ്യതയുണ്ട്. ആ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് സെഷൻസ് കോടതിയിൽ വീണ്ടും ജാമ്യ ഹർജി എതിർക്കാനുള്ള നീക്കം തന്നെയായിരിക്കും പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാവുക. അവിടെ കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 കേസുകളുണ്ട്. അതിൽ 3ാമത്തെ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. ഇനി 2 കേസുകളിൽ ഹൈക്കോടതിക്ക് മുന്നിലാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയുള്ളത്. അതിൽ കോടതിയുടെ തീരുമാനവും നിർണായകമാകും. ആ തീരുമാനത്തിനനുസരിച്ചാകും മറ്റ് 2 കേസുകളിലെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക്. ആ ഒരു നടപടികളിലേക്കും ഇതുവരെ അന്വേഷണ സംഘം കടന്നിട്ടില്ല. 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യണം, തെളിവ് ശേഖരിക്കണം. അങ്ങനെ ഒട്ടേറെ നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിൽ ജാമ്യ ഹർജിയിലെ തീരുമാനം വരുന്നതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതിനൊപ്പം തന്നെ കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള സാധ്യതയും അന്വേഷണ സംഘം കാണുന്നുണ്ട്. ശരി, വളരെ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ് കോടതി ഉത്തരവിലുള്ളത്. ഹരിമോഹനും ഋഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്.